JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അത് തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. യൂണിവേഴ്സിറ്റി LGSനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇത്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പരീക്ഷ വീണ്ടും നടത്തുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരുദധാരികൾക്കും അപേക്ഷിക്കാം സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥ ഒഴിവാക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ബിരുദധാരികൾക്ക് ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് അപേക്ഷിക്കാനാകില്ലെന്ന വ്യവസ്ഥ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. സർക്കാർ വകുപ്പിലേക്ക് നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന വ്യവസ്ഥ സർവകലാശാല നിയമനത്തിന് ബാധകമാകില്ലെന്നും കോടതി വ്യക്തമാക്കി. നിയമനത്തിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച് വീണ്ടും പരീക്ഷ നടത്തണം. എല്ലാ സർവകലാശാലകളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഒരുമിച്ച് നിയമനം നടത്താൻ യോഗ്യത ഏകീകരിച്ചതിൽ അപാകമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. സർവകലാശാലകളുടെ നിയമത്തില് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ബിരുദധാരികൾക്ക് അപേക്ഷിക്കുന്നത് വിലക്കിയിട്ടുമില്ല. അപ്പോൾ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തെ സംബന്ധിച്ച് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. നിലവില് പുതിയതായി വിജ്ഞാനം പുറപ്പെടുവിച്ച് വീണ്ടും പരീക്ഷ നടത്തണം. അതുപോലെ തന്നെ എല്ലാ സർവകലാശാലകളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഒരുമിച്ച് നിയമനം നടത്താൻ യോഗ്യത ഏകീകരിച്ചതിൽ അപാകമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ കൂടി പരീക്ഷയെ ഫേസ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഒക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ അഡ്വൈസ് ഒക്കെ വരും, ലിസ്റ്റിലൊക്കെ വന്ന് അഡ്വൈസ് ഒക്കെ കിട്ടും, അല്ലെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി അവസരം കിട്ടുമോ, അല്ലെങ്കിൽ നേരത്തെ അപേക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വിജ്ഞാപനം വന്നാൽ അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായൊരു കാര്യം വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നിയമനമാണ് സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ്. അപ്പോൾ എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ, എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കട്ടെ, എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.